السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل ألم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇത്തിഖാഫ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ശിഷ്ടജീവിതം അല്ലാഹുവിൻ്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിച്ച് ദീർഘായുസ്സിന് ശേഷം ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഖബറുകളൊക്കെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്ത് ഫാത്തിർ 37-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്ന് മനുഷ്യൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വെള്ളിയാഴ്ചകളും നമുക്കൊരു ഉണർത്തലുകളും നമുക്ക് ഓർമ്മപ്പെടുത്തലുകളുമാകണം. അല്ലാഹു തആല മനുഷ്യനായ എന്നെ ഈ ലോകത്തേക്ക് പടച്ചത് കൊണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം, ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എൻ്റെ ജീവിതം കൊണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇലാഹിയായ ചിന്തകളിൽ നിന്നും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിൽ നിന്നുമൊക്കെ നമ്മളെ ബഹുദൂരം അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൗതിക ചുറ്റുപാടുകളും തിരക്കുകളുമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. ഓരോ സ്ഥാനാർത്ഥികളും അവരോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടി, പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിലുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തിരക്കായിരിക്കും. ഇങ്ങനെ ഓരോ സമയത്തും നമ്മളെ അള്ളാഹുവിനെ തൊട്ട് അകറ്റുന്ന പല തിരക്കുകളും ഉണ്ടാകുമെങ്കിൽ ആ തിരക്കുകൾക്കിടയിലും നമ്മൾ സമയം കണ്ടെത്തി ഇബാദത്തുകൾക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്കും അല്ലെങ്കിൽ ഇബാദത്തുകൾക്കും നമ്മൾ സമയം കണ്ടെത്തി റബ്ബിലേക്ക് അടുക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിനെ തൊട്ട് അകന്നു നിൽക്കാൻ ഒരു കാരണമാകരുത് നമ്മുടെ തിരക്കുകളൊക്കെ. ഇതിനാണ് ഞാൻ ഈ ആയത്തോതിയത്. വഹും യസ്തരിഹൂന ഫീഹാ. നരകാവകാശികൾ നരകത്തിൽ കിടക്കുമ്പോൾ അലറി വിളിച്ച്, അട്ടഹസിച്ച്, നിലവിളിച്ച് റബ്ബിനോട് പറയുന്ന രോദനം, അള്ളാഹുവിനോട് പറയുന്ന ഒരു വലിയ വിഷമമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്. വഹും യസ്തരിഹൂന ഫീഹാ. നരകത്തിൽ കടന്ന മനുഷ്യന്മാർ നിലവിളിക്കും, അവർ അട്ടഹസിക്കും, ആർത്ത് കരയും, ഉള്ളാക്കിടും എന്നാണ് ഇതിന്റെ അർത്ഥം. യസ്തരിഹൂന എന്ന് പറഞ്ഞാൽ ഉള്ളാക്കിടുക എന്നാണ്. നിലവിളിച്ച് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയും, റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, അഖ്രിജ്ന, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സെക്കൻഡുകൾക്ക് ഇവിടുന്ന് ഒന്ന് കഴിച്ചിലാക്കിക്കൊണ്ടാ, ഈ നരകാഗ്നിയിൽ നിന്ന്, ഈ തീയുടെ കുഴിയിൽ നിന്ന് അല്പസമയം ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ച് ഇവിടുന്ന് പുറത്താക്കി തരുമോ? നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ നല്ല നല്ല സ്വാലിഹായ അമലുകൾ ചെയ്തോളാം. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ എന്തായിരുന്നോ ദുനിയാവിൽ ചെയ്തിരുന്നത് അതല്ലാത്ത, ദുനിയാവിൽ ഞങ്ങൾ എന്ത് കാര്യങ്ങളിലായിരുന്നോ വ്യാപൃതരായിരുന്നത് അതൊന്നുമല്ലാത്ത തികച്ചും സ്വാലിഹായ നല്ല അമലുകൾ ഞങ്ങൾ ചെയ്തോളാം. അല്പസമയം ഞങ്ങളെ പുറത്താക്കി തരുമോ? അല്പസമയം ഞങ്ങളെ ഇവിടെ നിന്ന് കഴിച്ചിലാക്കി തരുമോ എന്ന് ഉള്ളാക്കിട്ട് കരയും. അപ്പൊ അള്ളാഹു കൊടുക്കുന്ന മറുപടി, അവലം നുഅമ്മിർകും മാ തദക്കറ ഫീഹി മൻ തദക്കർ
അവലം നുഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നിങ്ങൾ എന്താ എന്നോട് ചോദിക്കണത്? കുറച്ചു നേരം ഒന്ന് പുറത്തേക്കാക്കി തരുമെന്നോ? കുറച്ചു നേരം നിങ്ങൾ ചോദിക്കണത്. എന്നാലും ഇബാദത്ത് എടുക്കാനും എന്നെ പറ്റി ചിന്തിക്കാനും ഉത്ബുദ്ധരാകാനും നന്നാകാനും ഇഷ്ടംപോലെ സമയം ദുന്യാവിന് നിങ്ങളെ ഞാൻ ജീവിപ്പിച്ചില്ലേ. അവലം നുഅമ്മിറകും, നിങ്ങൾക്ക് എത്ര ആയുസ് ഞാൻ തന്നു എന്ന് ആലോചിച്ച് നോക്കി. അവലം നുഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാനും ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കാനൊക്കെ പറ്റി എത്ര സമയം ഞാൻ തന്നിരുന്നു. വജാഅകുമുൻ നദീർ, ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഉപദേശങ്ങളും വയലും പ്രസംഗവും ഉണർത്തലുകളൊക്കെ വന്നില്ലേനിയോ? എത്ര ഉസ്താദ്മാര് വയല് പറഞ്ഞു, പ്രസംഗിച്ചു, ജുമാക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നു, താക്കീതുകാർ നിങ്ങൾക്ക് വന്നിരുന്നു. അന്നൊന്നും തോന്നാത്തത് ഇപ്പം ഞാൻ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഫദൂഖൂ, അതുകൊണ്ട് അനുഭവിക്കി, നിങ്ങൾ അനുഭവിക്കി, ഇനി വേറെ വർത്താനല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. ഇവിടെ നിങ്ങൾക്ക് ഒരു സഹായം നിങ്ങൾക്ക് കിട്ടൂല. ദുഞ്ഞാവിലെ കൈക്കൂലി എടുത്താൽ മതി. ദുഞ്ഞാവിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ശുപാർശ ചെയ്യാണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നിങ്ങൾ അനുഭവിച്ചോളി എന്ന് പറയുന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോവാന്നല്ലാതെ, ആയത്തുകളിലൂടെ നമ്മൾ പോകുന്നു എന്നല്ലാതെ, ആയത്തുകളുടെ ആഴങ്ങളിലൂടെ ആഴത്തിലൂടെ പോകണം. നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ആയത്തിലൂടെ പോകും, ആഴത്തിലൂടെ പോകുന്നില്ല എന്നർത്ഥം. ഇവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ തിരക്കിലാണ്, ഞാനടക്കം നമ്മളൊക്കെ സ്ഥാനാർത്ഥി നിർണയം, അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പട്ടിക കൊടുക്കുക, പിൻവലിക്കുക, അതുപോലെ തന്നെ ഇനി അതിനു വേണ്ടി മണ്ടിപ്പാച്ചിലുകളാണ്. അതൊക്കെ നിയ്യത്ത് നന്നാക്കി സൽക്കർമ്മങ്ങളാക്കാൻ സാധിക്കണം. നമ്മുടെ ഇബാദത്തുകൾ, ജമാഅത്തിന് പങ്കെടുക്കുക, ഖുർആൻ ഓതുക, മരിച്ചോടുത്തു പോയതിൽ പങ്കെടുക്കുക, തഖ്വകൾ, ഇതിനെ തൊട്ടൊന്നും ഒരിക്കലും നമുക്ക് തടസ്സമാകരുത് ഭൗതികമായ നമ്മുടെ ഒരു തിരക്കുകളും. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് 27-ാം രാവിനാണ്. റമളാനിക്ക് 27-ാം രാവിലെ ലൈലത്തുൽ ഖദർ അന്നാണ് രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ട അബുൽ കലാം ആസാദ്, അദ്ദേഹം കേരളത്തിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം വലിയ സമര സേനാനിയാണ്. അദ്ദേഹം ഒരു സെക്കൻഡും ആഘോഷിക്കാൻ പുറത്തുണ്ടായിട്ടില്ല. ഫുൾ ടൈം രാത്രി സുബഹി നേരം വെളുക്കുവോളും പള്ളിന്റെ ഉള്ളിൽ എഴുത്തിക്കാഫിരുന്ന ഇബാദത്തിലായിരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടി ആ സമയത്ത് അദ്ദേഹം ലൈലത്തുൽ ഖദറിന് ഫുൾ എഴുത്തിക്കാഫിലാണ്. ആ രാത്രി കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാമായിരുന്നു. ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതായിരിക്കണം നമ്മുടെ മാതൃക. നമുക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നു. ഒരു ദിവസം ഒരു അര പേജ് പോലും, അര ജുസ് പോയിട്ട് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജമാഅത്ത് നിസ്കാരങ്ങൾ ഞാനുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ച കുറെ സൂറത്തുകളുണ്ട്, അത് ഞാൻ ഓതുന്നുണ്ടോ? കുറെ ദിക്റുകളുണ്ട്, എനിക്ക് എത്ര ഉള്ളത്? ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തുക. അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അതാണ്, കുറെ പൈസ പണം ഉണ്ടാക്കുന്നില്ല. നഫ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് ധാരാളം അമലുകൾ ചെയ്യുക, അവനാണ് ബുദ്ധിമാനെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, ഏത് സമയത്തും നമ്മുടെ അന്ത്യം സംഭവിക്കാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്, ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം കണ്ടോളി, ബ്ലഡ് എടുക്കുന്നുണ്ട് മയ്യത്തിന്. മരിച്ചിട്ട് കുറച്ചായി, നെഞ്ചുവേദന ഉണ്ടായിരുന്നു, അറ്റാക്കിന് അസുഖമില്ല ആളാണ്, അല്ലെങ്കിൽ മറ്റേ അസുഖമില്ലാണ്, ബ്ലഡ് വരുന്നുണ്ട്, വേഗം കാണാനൊരു വേഗം കണ്ട് വേഗം മയ്യത്ത് എടുക്കണം, വേഗം കുളിപ്പിക്കണം, വേഗം കഫൻ ചെയ്യണം. ഇനി ബ്ലഡ് വന്നാൽ ബുദ്ധിമുട്ടാണ് ഒക്കെ, നിസ്കാരം ശരിയാവില്ലല്ലോ, അപ്പൊ വേഗം നിസ്കരിക്കുക വേഗം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇന്നലെ വരെ പാർക്കുകളിലും ബീച്ചിലും അടിച്ചു പൊളിച്ച് രസിച്ച് നടന്ന് തട്ടുകടകളിൽ നിന്ന് തട്ടിയവൻ അല്പമണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ആരാ കാണാൻ ബാക്കി? വേം വരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് മണ്ണിലേക്ക് നമ്മളെ കുഴിച്ചു മൂടുക. മരണാസന്നായ രോഗിയായാലും അങ്ങനെ തന്നെ ഡോക്ടർമാർ വന്നിട്ട് പറയും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയണില്ല, മരുന്നിനോടൊന്നും പ്രതികരിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരോടൊക്കെ അറിയിച്ചോളി, കാണാൻ വരാൻ പറ്റിയ ആൾക്കാരോടൊക്കെ വന്നോളി. അതാ എൻ്റെ നിങ്ങളൊക്കെ അവസ്ഥ ഇതാ. അരമണിക്കൂർ മുമ്പ് സെൽഫി എടുത്ത് വീഡിയോസും ഫോട്ടോസും നെറ്റിൽ കയറ്റിയ, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ തിരിച്ചറിയാൻ പിന്നെ DNA ടെസ്റ്റ് എടുത്തേണ്ടി വരാം.
അതാണ് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ 45 ഉംറ യാത്രക്കാർ കരിഞ്ഞു ഭസ്മമായി ചാരായി മാറി. പിന്നെ കോൺസുലേറ്റ് എംബസിയൊക്കെ ബന്ധപ്പെട്ട് ഒരു DNA ടെസ്റ്റാണ്. മനുഷ്യന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ആരാ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചാരമായി വെണ്ണീരായി മാറുക. ഈ ഫോട്ടോ എടുക്കുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കൂല 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ DNA ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഭസ്മമായി മാറുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആരും ചിന്തിക്കൂല. നിത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി അപകടങ്ങളും ആക്സിഡന്റ് ഒക്കെ നമുക്കും വരാൻ പറ്റിയ സംഗതിയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാലേ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആഖിറത്തിലേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇങ്ങനെ ആനുകാലിക വിഷയം പ്രസംഗിക്കും അല്ലെ, ആനുകാലിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇന്നൊരു ആനുകാലികവും ഇല്ല. നമ്മൾ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊരു ആത്മവിചിന്തനത്തിന്, ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. തിരക്കുകളാണ് നമുക്ക്, തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ, പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ മറ്റുള്ള തിരക്കുകൾ. പക്ഷെ എന്താ ഞാൻ ചെയ്തത്? അള്ളാഹു എന്നെ എന്തിനാ ദുനിയാവിലേക്ക് കൊണ്ടുവന്നത്? ഏതൊരു യാത്രക്കാരോട് 3 ചോദ്യം ഉണ്ടാവും. ഈ എവിടുന്നാ വരുന്നത്, കൊടുക്കാ പോണത്, എന്തിനാണ് പോണത് അല്ലെ? എയർപോർട്ടിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ഒരാളെ കണ്ടു, നമ്മളെന്താ ചോദിക്കുക? ഈ എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോണത്, എന്തിനാണ് പോണത്? ഇനി അവനാൻ ഓരോരുത്തരും ചോദിച്ചു വെക്കുക. നമ്മൾ നമ്മുടെ ജനനത്തിന് മുമ്പ് ഇവിടെ ലോകത്തില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നത്, ഇനി എവിടേക്കാ നമ്മൾ പോണത്, എന്തിനാ നമ്മൾ വന്നത്? ഈ 3 ചോദ്യം. ഈ 3 ചോദ്യത്തിന്റെ ആൻസർ കണ്ടെത്തിയാൽ സദാസമയം നമ്മൾ അള്ളാഹുവിന്റെ ഓർമ്മയിലാവും. അള്ളാഹു എന്നെ കൊണ്ടുവന്നത് എന്തിനാണ്? അവനെ മനസ്സിലാക്കി ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഇതിനാണ് ഇബാദത്ത് എന്ന് പറയാം. ഇബാദത്ത് അതിനാണ്. ഇല്ലാ ലിയഅരിഫൂൻ. അള്ളാഹുവിനെ ആസ്വദിക്കണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ അനുഭവിക്കണം. അതിനു വേണ്ടിയാണ് ഇബാദത്തുകൾ എന്ന ചട്ടക്കൂട്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒരു പാട്ടുകാരൻ നല്ല പാട്ടുകാരനായതുകൊണ്ട് മാത്രം രസമല്ല, അത് മറ്റുള്ളവർ ആസ്വദിക്കുന്നുണ്ട് എന്ന് അവൻ അറിയണം. അതാണ് അവന്റെ ആസ്വാദനം. ഒരു വലിയ പ്രഭാഷകൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അവന്റെ പ്രഭാഷണം മറ്റുള്ളവർ ആസ്വദിക്കുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു എന്ന് അറിയുന്നത് ആസ്വദിക്കണം. ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവൾ എന്നെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഒരു ആസ്വാദനം എനിക്ക് കിട്ടണം. ഇവൻ്റെത് മാത്രമല്ല, ഇതാണ് അള്ളാഹു. അള്ളാഹുവിനെ നമ്മൾ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, അനുഭൂതി അനുഭവിക്കുന്നു എന്നറിയുമ്പോൾ അതിൽ നിന്ന് റബ്ബിന് വലിയൊരു തൃപ്തിയുണ്ട്. അതിനാണ് നമ്മളെ പടച്ചത്. പക്ഷെ നമ്മൾ ആ തിരക്കുകൾക്കിടയിൽ ഭൗതികമായ തെരഞ്ഞെടുപ്പ്, വോട്ട്, അത് ഇത്, ഇതിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നു പോവുക. വഖ്തർഹും ഗാഫിലൂൻ. അധിക ആൾക്കാരും ഗാഫിലീങ്ങളാണ്. എന്തിനെ തൊട്ട് ഗാഫിലീങ്ങൾ? നിസ്കാരത്തെ തൊട്ട് ഗാഫിലീങ്ങളാണല്ല. നിസ്കരിക്കാനൊക്കെ എല്ലാവരും വരും. അള്ളാഹു എന്തിനാണ് നമ്മളെ പടച്ചത് അതിനെ തൊട്ട് അശ്രദ്ധരാണ്. വഖ്തർഹും ലാ യഅലമൂൻ ലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിപക്ഷ ആൾക്കാർക്കും അന്തും കുന്തും ഇല്ല. അള്ളാഹു ഇടക്കിടക്ക് പറയാം. അതിൽ നമ്മൾ പെട്ടുപോകരുത്. റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയും, വഹും യസ്തരിഖൂന ഫീഹാ, ഉള്ളാക്കിടും, നിലവിളിക്കും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്പസമയം തരുമോ പടച്ചോനെ? അല്ലാഹു പറയും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ, കുറച്ച് ഉൾക്കൊള്ളാനൊക്കെ പറ്റിയ സമയം, വേണ്ടത്ര സമയം ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷനും ഇല്ല. ഇനി അനുഭവിച്ചോടി, പതുക്കൂ, അനുഭവിച്ചോടി. ഫമാലിൽ ളാലിമീന മിൻ നസീർ. ഒരാൾക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിച്ചിലാക്കാൻ കഴിയൂല. ഇത് ഖുർആനാണ്. സൂറത്ത് ഫാത്ത് 37-ാമത്തെ ആയത്ത്. നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തിരക്കുകൾക്കിടയിലും ഒരല്പസമയം റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ തൊട്ട്, ഇവിടൊക്കെ എല്ലാവരും ജുമാക്ക് എല്ലാവരും വന്നിരിക്കുക. എല്ലാവർക്കും പറയുന്നു, ദ്വാരക്കണം ഉസ്താദേ, അസുഖമുണ്ട്, എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അതിലും വലിയ അസുഖം വരുമ്പോൾ പിറ്റേന്ന് നമ്മൾ ദ്വാരിപ്പിക്കാൻ പറഞ്ഞ് നമ്മൾ മറന്നു. ഇവിടെ ഈ പള്ളിൻ്റെ ഉള്ളിൽ ജുമാക്ക് എല്ലാവരും AC ഇട്ടിരിക്കുകയാണ്, ഫാൻ്റെ ചോട്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പടച്ചുകൊണ്ടൊന്നുകൂടെ. ശക്തമായ രോഗം വന്ന് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി മാരകമായ ക്യാൻസറാണ്. 4th സ്റ്റേജ് എത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വകുപ്പില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മൂലക്കുരും അതുപോലെ തന്നെ ഉണലും ഇതൊന്നും പിന്നെ നമുക്ക് ചിന്തല്ല. അതിനു മുമ്പ് നമ്മൾ തലവേദനയെ തൊട്ട് ഊരവേദനയും മുട്ടുവേദനയുമായിരുന്നു നമുക്ക് പരാതിയെങ്കിൽ, ലാസ്റ്റ് നടന്ന ടെസ്റ്റിൽ നമുക്ക് ട്യൂമറാണ്, അല്ലെങ്കിൽ 2 കിഡ്നിയും പോയിട്ടുണ്ട്, കരട് മുക്കാൽ നശിച്ചിട്ടുണ്ട്. 4th സ്റ്റേജിലെത്തിയാൽ പിന്നെ എന്ത് ഉണല്, എന്ത് ഊരവേദന, എന്ത്, അതൊക്കെ മനുഷ്യൻ മറക്കും. അപ്പൊ നമ്മൾ ഒരുക്കെന്താണെന്നറിയോ? നമ്മളിപ്പോ വെന്റിലേറ്ററിലല്ല ഉള്ളത്, നമ്മളിപ്പോ ICUലല്ല ഉള്ളത്. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ജുമാക്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള രോഗങ്ങളും ബാക്കിയുള്ള വിഷമങ്ങളും ഒക്കെ മറക്കുക. അതൊന്നും ഒന്നുമേ അല്ല എന്ന് ചിന്തിക്കുക.
ഞാനിപ്പോ സ്വർഗത്തിലാണെന്ന് ചിന്തിക്കുക, അനുഗ്രഹത്തിലാണ് നമ്മളെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇപ്പോഴും മനുഷ്യൻ പരാതിയുടെ ലോകത്താണ്. എന്ത് പരാതി? ഊരവേദനയും നടുവേദനയും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും, ഇതൊക്കെ നമ്മുടെ പരാതി. അള്ളാഹു താല ഈ പള്ളിന്റെ പുറത്ത് വെന്റിലേറ്ററിൽ കിടക്കുന്നിടത്ത് നമ്മളിവിടെ എത്തിച്ചു. നമ്മൾ പള്ളിയിൽ ജുമാക്ക് ഇങ്ങനെ ഫാൻ്റെ AC ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെന്റിലേറ്ററിലല്ല, ICUലല്ല. നമുക്ക് വേണ്ടി മറ്റുള്ളവർ ബ്ലഡിന് വേണ്ടി ക്യൂ നിൽക്കണില്ല. ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ ശുക്ർ ചെയ്യും, കിട്ടിയ നന്മകൾക്ക് നിങ്ങൾ നന്ദി ചെയ്യും. അതിന്റെ അർത്ഥം എന്താ അറിയോ? ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ എന്റെ ശിക്ഷ ഭയാനകാണ്. മനുഷ്യർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശുക്റാണ്, ഈ നന്ദിയാണ്. എനിക്കടക്കം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. ഒന്ന് മൂത്രയിക്കാൻ കഴിയണില്ലെങ്കിൽ കഴിഞ്ഞ കാര്യം. വെള്ളം കുടിച്ച് മൂത്രയിക്കാൻ പറ്റണില്ല, നമ്മൾ എത്രയും ചെലവാക്കും. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ലോകം അടക്കി ഭരിച്ചത് വലിയൊരു രാജാവായിരുന്നു, കോടീശ്വരനായിരുന്നു. അദ്ദേഹം പറഞ്ഞതറിയോ? ലോകത്തിന്റെ ഏത് ഭാഗത്ത് മഴ പെയ്താലും ആ മഴ കൊണ്ട് മുളച്ചുപോയ സസ്യത്തിന്റെ ടാക്സ് എന്റെ ഖജനാവിലെത്തുന്ന അത്ര കോടീശ്വരനായിരുന്നു. അത്ര വിസ്തൃതിയുള്ള രാജ്യം അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിലേക്കൊരു സൂഫിയായ പണ്ഡിതൻ എത്തിച്ചേരുന്നുണ്ട്, ഇബ്നു സമ്മാർ. ഹാറൂൻ റഷീദിന്റെ ഭരണാധികാരി ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരുമോ? അപ്പോ ആ പണ്ഡിതൻ കൊടുത്ത ഉപദേശമാണ്, പ്രഭു രാജാവേ, അങ്ങ് വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ്, അങ്ങ് കോടീശ്വരനായ ഭരണാധികാരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങേക്ക് ഒരു ദാഹിച്ചു പറയുന്ന സമയത്ത് കുടിക്കാൻ എവിടെയും വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു എന്ന് സങ്കല്പിക്കുക. എവിടെയും വെള്ളമില്ല, വെള്ളമൊക്കെ വറ്റിപ്പോയി. ഒരു തുള്ളി വെള്ളമില്ലാതെ ദാഹിച്ച് അങ്ങ് തൊണ്ട വറ്റി വരണ്ട് മരിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ അങ്ങയുടെ അധികാരം എനിക്ക് കൈമാറണമെന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ അധികാരം കൈമാറി എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരം കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, ഷുവർ, ഞാൻ കൊടുക്കും. ലാ മഹാലത്ത വലാ ശക്ക, ഞാൻ തീർച്ചയായിട്ടും അധികാരം മുഴുവനും കൊടുക്കും. കാരണം മരിച്ചുവല്ലേ, ഒരു ഗ്ലാസ് വെള്ളത്തിന് ആവശ്യം, അതാ ഏറ്റവും വലുത്. എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പവർ പോലും അങ്ങയുടെ അധികാരത്തിലില്ല പ്രഭു. ബോധ്യപ്പെട്ടോ അങ്ങേക്ക്? അതെ, എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി അങ്ങ് കുടിച്ച ഈ ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചു, പക്ഷെ അത് പുറത്തു പോകുന്നില്ല. അങ്ങേക്ക് ഇനിയും കുറെ അധികാരം ഉണ്ട് നിൽക്കുക. അങ്ങ് കുടിച്ച ഒരു ഗ്ലാസ്സിലെ വെള്ളം പുറത്തു പോകാൻ, മൂത്രയിക്കാൻ പറ്റാതെ മുട്ടി നിൽക്കുന്ന സമയത്ത് അതൊന്ന് പുറത്തു പോകണമെങ്കിൽ ആ മരുന്നിന് അങ്ങയുടെ അധികാരം രാജ്യം മുഴുവനും തന്നാൽ അത് പുറത്തു പോകാൻ സാധിക്കുന്ന ഒരു മരുന്ന് തരാമെന്ന് പറഞ്ഞാൽ അങ്ങ് അധികാരം കൊടുക്കുമോ? കൊടുക്കും. രാജാവ് പറഞ്ഞു. എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലും അങ്ങ് മൂത്രമൊഴിക്കലും അതിന്റെ സ്ഥാനം പോലും ഈ രാജാധികാരത്തിനില്ല. അതുകൊണ്ട് ഏത് വാർഡാണെങ്കിലും, ഏത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും, ഏത് നിയമസഭയാണെങ്കിലും, ലോകസഭയാണെങ്കിലും, എന്താണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, അവസാനം പറയാണ്, ഒരു 50% പ്രതീക്ഷയുള്ളൂ, ഓപ്പറേഷൻ ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നിയോ ലിവറോ അല്ലെങ്കിൽ ബോൺ മാരോ എന്താണെങ്കിലും ഒന്ന് മാറ്റി വെച്ചു വെക്കുക. പ്രതീക്ഷ 50%, എന്നാലും നമ്മൾ തയ്യാറാണ്. എത്രയും നമ്മൾ കെട്ടിവെക്കും, നമ്മുടെ കിടപ്പാടം വിൽക്കും, എല്ലാം വിറ്റിട്ട് ഇന്ന് ആലോചിച്ച് വെക്കാന്ന് പറയില്ല. എത്രയും നമ്മൾ ചെലവഴിക്കും, ആരും ചെലവഴിക്കും. പിന്നെ വേറൊരു ചിന്തയൊക്കെ നമ്മൾ പോല. അവസാനം ടെൻഷൻ ബാക്കി, സന്തോഷം പോയി, സ്വസ്ഥത പോയി, അധികാരം പോയി, പൈസ പോയി, ഈ മനുഷ്യനും പോയി. ഇത്രയേ ഉള്ളൂ. എന്താ മനുഷ്യൻ ചിന്തിക്കാത്തത്? എന്താ ഞാനും നിങ്ങളൊന്നും അറിയിക്കാത്തത്? നമ്മൾ നന്ദി കെട്ടവരല്ലയോ? നമ്മൾ ഏറ്റവും നന്ദി കെട്ടവരല്ലയോ? ഖുർആൻ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് സുബഹിന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് ളുഹാ നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? പ്രസംഗം കേൾക്കാൻ നേരത്തെ ജുമാക്ക് വന്നവരുണ്ടാകും. ഇന്ന് 3 അൽക്കഫാണ് ഓതേണ്ടത്. എത്ര ആൾക്കാർ 3 അൽക്കഫ് ഓതി? അൽക്കഫ് ഓതാൻ പറ്റൂലെങ്കിൽ ഒരു അൽക്കഫെങ്കിലും ഓതിയവരുണ്ടോ? എത്ര സ്വലാത്ത് ഇന്ന് ചൊല്ലി? ഇന്നലെ നിങ്ങൾ വിത്ർ നിസ്കരിച്ചോ? ഓരോരുത്തരും ചിന്തിക്കുക. താടി നീട്ടി വളർത്തൽ സുന്നത്താണ്, ചെയ്തില്ല നിങ്ങൾ? ഞാനടക്കം എന്നോട് ചോദിക്കാണ്. മുടി കറുപ്പിക്കൽ കടുത്ത ഹറാമാണ്, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല ഒരു ശുദ്ധ റസൂൽ. പക്ഷെ നമുക്ക് നേരിട്ട് പറയാൻ വിഷമാണ്. എൻ്റെ ബാപ്പയാണ്, എൻ്റെ അളാപ്പയാണ്, എൻ്റെ മൂല്യരാണ്, എൻ്റെ ആളാണ്. മരിച്ചു കഴിഞ്ഞാൽ വെള്ളം പ്രവേശിക്കാത്ത വിധത്തിലുള്ള കറുപ്പിക്കലാണെങ്കിൽ അവന്റെ മയ്യത്ത് നിസ്കാരം ശരിയാവില്ല, ഉളി ശരിയാവില്ല. സ്വർഗത്തിന്റെ വാസന പോലും ഇത് ചെയ്ത ആൾക്കാരല്ലേ നമ്മൾ ജുമാക്കും ജമാഅത്തിനും നേരത്തെ വന്നത്? നമുക്ക് എന്ത് അള്ളാഹുവാണ്, എന്ത് ദീനാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? താടി വടിക്കൽ ഹറാമാണ് ഹനഫി മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ കറാഹത്താണ്. അത് നമ്മൾ ചെയ്യണില്ലേ?
നിസ്കരിക്കുമ്പോൾ തല തുറന്നിടൽ കറാഹത്താണ്, നമ്മൾ ചെയ്യണില്ലേ? അന്യ സ്ത്രീയോട് പഞ്ചായത്തിലാണെങ്കിലും വാർഡിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്യ സ്ത്രീയോട് അസ്സലാമു അലൈക്കും പറയൽ പോലും തെറ്റാണ്, നമ്മൾ ചെയ്യണില്ലേ? എന്ത് സൂക്ഷ്മതയും എന്ത് തഖ്വയാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? നമ്മളെ കല്യാണങ്ങളിൽ അള്ളാഹുവിന് വെറുപ്പുള്ള രീതിയിലല്ലേ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് നന്മയാണുള്ളത്? ബൈ ബർത്ത് മുസ്ലിമായ നമ്മൾ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. ഞാൻ ആദ്യം എന്നോട് ചോദിക്കുക, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് അവകാശമുണ്ട് പറയാൻ? നമ്മളെക്കാൾ നന്ദി കെട്ട വേറെ ആരാണ് ഉള്ളത് എന്ന് ചിന്തിക്കുക. ഇത്രമേൽ ഒരു ചത്ത നായ അശ്ലീലമായി ദുർഗന്ധം നമിക്കുന്ന രീതിയിൽ മലീമസമാകുന്നതിനേക്കാൾ മലീമസമാകൽ മനുഷ്യന്റെ ശരീരമാണ്. നേരത്തോടെ നേരാകുമ്പോഴേക്ക് ദുർഗന്ധം വമിക്കും നമ്മൾ. അത്രയും നിസ്സാരം മനുഷ്യനാണ്. ഒരു പോത്തും ഒരു പൂച്ചയും ഒരാടും എന്നും കുളിക്കുന്നില്ല, പക്ഷെ മനുഷ്യൻ കുളിക്കാതിരുന്നാലോ? പോത്ത് അതിന്റെ വിസർജ്യങ്ങൾ, ചാണകം ഒരു വീട്ടിലും സ്ലാബ് ഇട്ട് മൂടാറില്ല. കിലോ കണക്കിന് ചാണകം ആട്ടുംകാട്ടം വീട്ടിലുണ്ടാകും, അത്ര ദുർഗന്ധം വമിക്കൂല. നിങ്ങളെ വീട്ടിൽ നിങ്ങളെയും എന്റെയും വിസർജ്യം സ്ലാബ് ഇട്ട് മൂടിയിട്ടും പോരാ, പിന്നെ വെന്റിലേഷൻ വേണം, പിന്നെ വേറെ വേണം. ഭയങ്കര ദുർഗന്ധം. ആകെ 200-250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 10 കിലോയിലെ ചാണകത്തിനും ദുർഗന്ധമില്ല, അതിനേക്കാൾ നിന്റെ 100 ഗ്രാം വിസർജ്യത്തിന് ദുർഗന്ധമാണ്. അതുകൊണ്ട് മനുഷ്യൻ നികൃഷ്ടനാണ്, നീചനാണ്. പിന്നെ അഹങ്കാരം. നമുക്ക് ആരെ മുമ്പിലാണ് നമ്മൾ അഹങ്കാരം നടിക്കുന്നത്? ഞാൻ മുണ്ടൂല, ഞാൻ ഓൻ്റെ മുഖത്ത് നോക്കൂല, ഞാൻ മരിച്ചാലുണ്ട് മയ്യത്വം കാണാൻ വരരുത്, ഓൻ്റെ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കരുത്, ഞാനാ വരേക്ക് പോല, ഞാനാ കല്യാണത്തിന് പോല. ഈ അഹങ്കാരത്തിന് എന്ത് അടിസ്ഥാനമാണ് നമുക്കുള്ളത്? അവസാനം ഡോക്ടറുടെ ഒരു വർത്താനം നിങ്ങൾ അറിയിക്കാൻ്റെ ഒക്കെ അറിയിച്ചോളൂ. ശ്വാസം എടുക്കാൻ പറ്റണില്ല ഒറ്റക്ക്, വെന്റിലേറ്ററിന്റെ സഹായമാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. മരിച്ചാലും വേഗം നമ്മൾ കബറടക്കാന്നൊക്കെ പറയും, സംഗതി കുഴിച്ചിടാണല്ലോ മനുഷ്യന്റെ അവസ്ഥ. കാരണം എന്താ? ദുർഗന്ധം വമിക്കും, ബ്ലഡ് വരും. ഇത്രമേൽ നിസ്സാരനായ, ഒന്നിനും കൊള്ളാത്ത ഓരോരുത്തരും അവന്റെ കിബിർ പൂക്കിയാൽ തന്നെ സ്വർഗത്തിലേക്കെത്തും. ആരാധനകളുടെ ആധിക്യം കൊണ്ട് നമ്മളൊക്കെ വലിയ മനുഷ്യന്മാരാ തോന്നിയേക്കാം, പക്ഷെ മനസ്സറിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മഹാദോഷികളാണ്. പ്രായപൂർത്തിയായത് മുതൽക്ക് എത്രമേൽ തെറ്റുകൾ നമ്മൾ ചെയ്തു. ആണും പെണ്ണും ഇടകലരെ നമുക്ക് പ്രശ്നമല്ല, അത് രസമാണ്, അത് സ്റ്റാറ്റസ് ആണ്. അതല്ലേ കുറെ ലൈറ്റൊക്കെ വെച്ച് ഇവന്റ് മാനേജ്മെന്റ് നല്ലൊരു ഹാളില് നല്ല ലൈറ്റും മിന്നിത്തിളങ്ങുന്ന അലങ്കാരങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പടച്ചോനെ മറക്കാൻ. കാണാൻ കുറച്ച് ചുരുക്കുള്ള ചുണ്ടു ചോപ്പിച്ച പെണ്ണുങ്ങളെ കണ്ടാൽ നമ്മൾ വർത്താനവും കമ്പനിയും ചിരിയും കളിയും അതൊന്നും വിഷയമല്ല. പള്ളിയൊക്കെ എത്തിയാൽ ജമാഅത്തെ നിസ്കരിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ദോഷങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരാണ്. ഖുർആൻ പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ കിടന്ന് നമ്മൾ ആർത്തടിക്കും, അട്ടഹസിക്കും, ഉള്ളാക്കൊടും. എന്നിട്ട് പറയും, പടച്ചോനെ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, അല്പസമയം ഒന്ന് പുറത്തേക്ക് ഞങ്ങളെ കടത്തി വിടുമോ തമ്പുരാനെ. നഅമൽ സ്വാലിഹ, അല്പം അമലുകൾ ഞാൻ ചെയ്തോളാം, അല്പം ഇബാദത്ത് ചെയ്യട്ടെ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ദുനിയാവിൽ ഞാൻ എങ്ങനെ ജീവിച്ചുവോ, ദുനിയാവിൽ ഞാൻ എങ്ങനെ ചെയ്തിരുന്നു അങ്ങനെയൊന്നും ചെയ്യൂല. ഇനി ഞാൻ നല്ലത് മാത്രം ചെയ്തോളാം പടച്ചോനെ, അല്പസമയം തരുമോ? എന്താ ചോദിക്കണേ? അല്പസമയം തരുമോ, അല്പസമയം തരുമോ? അപ്പൊ പടച്ചോന്റെ മറുപടി, അവലം നുഅമ്മിറകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, എത്ര ടൈം നിനക്ക് ഞാൻ തന്നിരുന്നു? നീ 19 കൊല്ലം ജീവിച്ചില്ലേ മനുഷ്യ? 70, 60, 50, 40, 30, 20 ആവട്ടെ, 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നാൽ അതുപോലും വലിയ അനുഗ്രഹമാണ്. പ്രായപൂർത്തിയാല് അതുപോലും അനുഗ്രഹമാണ്. അത് മതിയായിരുന്നു നിനക്ക് ചിന്തിക്കാനും നന്നാകാനും ഒക്കെ. പക്ഷേ അപ്പോഴൊന്നും ചിന്തിക്കാതെ നരകത്ത് കടന്ന് വേകുമ്പോഴാണോ നീ എന്നോട് ഇത് പറയുന്നത്? നരകത്തിൽ കടന്ന് നിന്റെ ഇറച്ചി വേകുമ്പോഴാണോ എന്നോട് നീ സമയം ചോദിക്കുന്നത്? ഇപ്പോഴാണോ നിനക്ക് സമയം? എത്ര സമയം നിനക്ക് ഞാൻ തന്നിരുന്നു? അതുകൊണ്ട് അനുഭവിക്കടാ, നീ അനുഭവിക്ക്. നമ്മുടെ കേരളത്തില് ഫോണിൻ പരിപാടിയിൽ ഒരു വനിതാ പ്രവർത്തകയുടെ ഒരു വനിതാ നേതാവ് അനുഭവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയവരെ ഉൾക്കൊള്ളാൻ പറ്റൂല. ചോദ്യം ഇതാണ് പടച്ചോൻ പറയുന്നത്, ഫദൂഖ്, അനുഭവിക്കടാ നീ. ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ. നമ്മൾ ചിന്തിക്കുക, ثم لتسألن يومئذ عن النعيم. രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ
അല്ലെങ്കിൽ രാമനാട്ടുകരെ ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ പോയിക്കാം. കുറെ ആൾക്കാരിങ്ങനെ നേരം വെളുക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ക്യൂ നിൽക്കുന്നുണ്ടാകും ബസ് കയറാൻ. കാറുള്ള ആൾക്കാർ കാറിൽ പോകും, അല്ലാത്തവർക്ക് ബസ് സ്റ്റോപ്പിലുണ്ടാവും. ഒരു വലിയ കവർ ഉണ്ടാകും, MRI സ്കാൻ്റെ കവറാണ് അല്ലെങ്കിൽ CT സ്കാൻ്റെ കവറാണ്. മെഡിക്കൽ കോളേജിലെ കോപ്പി ഷീറ്റ് എടുക്കാൻ നേരത്തെ വരെ ബസ് കാത്തിക്കാൻ ഒരു പേരക്കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ മരുവലുണ്ടാവും, അവിടെ ക്യൂ നിൽക്കണം. സ്കാനിന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു പേടിയാണ്, ഇത് ക്യാൻസർ ആകുമോ തമ്പുരാനെ, ഇത് ട്യൂമർ ആകുമോ, ഇത് 4th സ്റ്റേജ് എത്തിയിട്ടുണ്ടാകുമോ. അവർക്ക് ഊട്ടി ടൂറ് പോകലവരെ മനസ്സിലില്ല, കൊടൈക്കനാൽ ടൂറ് പോകലവരെ മനസ്സിലില്ല, കശ്മീരും ഓസ്ട്രേലിയയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കുളുമണാലിയും ഒന്നും അവരെ മനസ്സിലേക്ക് കടക്കുന്നേ ഇല്ല. ഒറ്റ ചിന്തയുള്ളൂ, ഇതൊന്ന് ക്യാൻസർ ആകാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ, ഉള്ളൂ, ഇതൊന്ന് ട്യൂമർ ആകാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ. അവർക്ക് ടൂറിനെ പറ്റി ചിന്തയെ മനസ്സിലേക്ക് കയറി വരുന്നില്ല, ഒന്നുമില്ല. എന്റെ കല്യാണത്തിന് ആർഭാടങ്ങൾ എങ്ങനെ ഒരു പ്ലേറ്റിന് 2000 റുപ്യന്റെ പ്ലേറ്റ് ആകും, ആ ചിന്ത അവർക്കില്ല, ഒന്നും അവർക്കില്ല, അവർക്കൊന്നുമില്ല. ഒരാളെ അടങ്ങേറാക്കാതെ എന്റെ തൂട്ടുമൂത്തും എനിക്ക് തന്നെ ശുദ്ധിയാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇത്രയേ ഉള്ളൂ. ഒരാളെയും ഞാൻ അടങ്ങേറാക്കരുത്. ഞാൻ കിടക്കയിൽ കടന്ന് മൂത്രയിച്ചിട്ട് എന്റെ പേരക്കുട്ടിയാളും എന്റെ മരുമക്കളും മൂക്ക് പൊത്തിയിട്ട് അടങ്ങേറാകാൻ പാടില്ല. അത്ര ചിന്തയുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, അത് കാണുമ്പോൾ ഓർക്കേണ്ടത്, സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മൾ ടെൻഷനുകളെ പറ്റി ചിന്തിക്കരുത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആറാടി കഴിയുന്നവരാണ് നമ്മൾ. അനുഭവിച്ചോളൊന്നും കുഴപ്പമില്ല, എല്ലാം വേണം. പക്ഷെ ഖൽബിൽ അല്ലാഹുവിന്റെ ചിന്ത പോകാൻ പാടില്ല. ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഖൽബിലേക്ക് കടക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു തോണി സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാതെ തോണി സഞ്ചരിക്കുവോ, ബോട്ട് സഞ്ചരിക്കുവോ? പുഴയിലെ വെള്ളത്തിലെ ബോട്ട് സഞ്ചരിക്കുള്ളൂ. വെള്ളം അനിവാര്യമാണ്. പക്ഷെ വെള്ളം ഉള്ളിൽ കയറുമ്പോഴാണ് താന്നുക. ഇതുപോലെ പൈസയും വണ്ടിയും മുതലും കല്യാണവും എല്ലാം വേണം, ഒക്കെ പുറത്തായിരിക്കണം. അതാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി, പടച്ചോൻ എന്റെ ഹൃദയത്തിലില്ലട്ടോ, അല്ലാഹ് അല്ലാതെ ഒന്നും എന്റെ ഹൃദയത്തിലില്ല. അതൊക്കെ പുറത്തേ ഉള്ളൂ. നമ്മൾ നേരെ മറിച്ച, അല്ലാഹ് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിലില്ലാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച തദ്ക്കിറയായിരിക്കണം. സമയം വളരെ വിലപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പും അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഇബാദത്തുകൾക്ക്, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് ഇതൊന്നും തടസ്സാകരുത്. അള്ളാഹു നമുക്ക് തഖ്വ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.